നമസ്കാരം. ചെങ്ങന്നൂരിൽ വയോധികന്റെ മരണത്തിൽ കൂടത്തായി മോഡൽ ദുരൂഹതയെന്ന് ആരോപണം. ചെങ്ങന്നൂർ പുലിയൂർ സ്വദേശി പടിഞ്ഞാറേപ്പറമ്പിൽ പുത്തൻ വീട്ടിൽ 74-കാരനായ യേശുദാസിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. മരുമകൾ ലീന ബിൻസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയാണ് നിർണായക ഉത്തരവിട്ടത്. കഴിഞ്ഞ മാർച്ച് 20-നായിരുന്നു യേശുദാസിന്റെ മരണം സംഭവിച്ചത്. നാളെ പോസ്റ്റ്മോർട്ടം നടക്കും. ഇതോടെ തന്നെ മരണകാരണത്തിൽ വ്യക്തത വരും. സ്വത്ത് തട്ടിയെടുക്കാൻ ബോധപൂർവമായ നീക്കം നടന്നുവെന്ന പരാതിയെ ശരിവെക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹോം നേഴ്സ് നൽകിയ കേക്ക് കഴിച്ചതിന് പിന്നാലെ യേശുദാസ് ബോധരഹിതനായെന്നും ആശുപത്രിയിൽ എത്തിക്കും മുൻപേ മരണം സംഭവിച്ചുവെന്നുമാണ് പരാതിയിലുള്ളത്. തന്റെ അധ്വാന ഫലം മുഴുവൻ കൊച്ചുമക്കൾക്കായി നൽകുമെന്ന് യേശുദാസ് ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് അൽഷിമേഴ്സ് ആണെന്നത് മുതലെടുത്ത് ബാങ്ക് അക്കൗണ്ടുകൾ, ATM കാർഡുകൾ, വസ്തുവകകൾ എന്നിവ സഹോദരൻ ഗബ്രിയേൽ മാമനും ഹോം നേഴ്സും ചേർന്ന് കൈക്കലാക്കിയെന്നാണ് ലീന ആരോപിക്കുന്നത്. യേശുദാസിന്റെ മകന്റെ മരണശേഷം നിയമപരമായ അവകാശികളായ മരുമകളെയും കൊച്ചുമക്കളെയും സംസ്കാര ദിവസം വീട്ടിൽ നിന്ന് പുറത്താക്കിയതായും പരാതിയിലുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കി മൃതദേഹം വേഗത്തിൽ സംസ്കരിക്കാൻ സഹോദരൻ കാണിച്ച തിടുക്കവും അയൽവാസികളുടെ മൊഴികളും സംശയം വർദ്ധിപ്പിക്കുന്നു. വൻതുകയുടെ ബാങ്ക് ബാലൻസും ഭൂമിയും ഗബ്രിയേലിന്റെ പേരിലേക്ക് മാറ്റിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നതായിട്ടാണ് സംശയം. ഏപ്രിൽ 21-ന് രാവിലെ 10:30-ന് പുലിയൂർ പള്ളി സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കും. തഹസിൽദാർ, 2 പോലീസ് സർജന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന നടപടികൾ പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ യേശുദാസിന്റെ മരണത്തിലെ ചുരുളഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും പോലീസും. യേശുദാസിന്റെ മകൻ ബിൻസ് 2017-ൽ മരിച്ചതിനെ തുടർന്ന് മകൾ ബിൻസിയും മരുമകളും മക്കളുമാണ് നിയമപരമായ അവകാശികൾ. എന്നാൽ അവകാശികളെ മറികടന്ന് യേശുദാസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ, ATM കാർഡുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവ സഹോദരനും ഹോം നേഴ്സും ചേർന്ന് കൈക്കലാക്കിയെന്നാണ് പരാതി. യേശുദാസിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നുവെന്നും എന്നാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടാതെയാണ് സംസ്കാരം നടന്നതെന്നും പോലീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് ഏപ്രിൽ 1-ന് ചെങ്ങന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. മരണകാരണം വ്യക്തമാക്കുന്നതിന് മൃതദേഹം പുറത്തെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണെന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഷാജു MS ഉത്തരവിൽ വ്യക്തമാക്കി. കഴിഞ്ഞ മാർച്ച് 24-ാം തീയതി പുലിയൂർ ഓർത്തഡോക്സ് പള്ളിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഹോം നേഴ്സ് വീട്ടിൽ വെച്ച് നൽകിയ കേക്ക് കഴിച്ചതിന് പിന്നാലെ യേശുദാസ് ബോധരഹിതനാവുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. ഇതിനു പുറമെ യേശുദാസിനെ ആ സമയത്ത് പരിചരിച്ചിരുന്ന സഹോദരൻ ഗബ്രിയേൽ മാമൻ സ്വത്തുക്കൾ അനധികൃതമായി സ്വന്തമാക്കിയെന്നും മകൾ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണോ എന്ന സംശയമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മൃതദേഹം പുറത്തെടുത്ത് ശാസ്ത്രീയ പരിശോധനകൾ നടത്താൻ RDO കോടതി നിർദ്ദേശം നൽകിയത്. ചെങ്ങന്നൂർ തഹസിൽദാരുടെയും 2 പോലീസ് സർജന്മാരുടെയും സാന്നിധ്യത്തിലായിരിക്കണം നടപടികൾ പൂർത്തിയാക്കേണ്ടതെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്.